സുഹൃത്തെ, ഇന്ന് സമ്പത്തും ഐശ്വര്യവും നേടുന്നതിന് വേണ്ടിയുള്ള ഒരു സുന്ദരമായ അഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സമ്പന്നനാകുക എന്നത് നിങ്ങളുടെ ജന്മാവകാശമാണ്. ദാരിദ്ര്യമെന്നത് ഒരു മാനസിക രോഗമാണെന്ന് ജോസഫ് മർഫി പറയുന്നു. അതെ, ശരിയാണ്. സമ്പന്നനാകാനാണ് നാം ഈ ഭൂമിയിലേക്ക് വന്നത്. എന്താണ് സമ്പത്ത് എന്ന് വ്യാഖ്യാനിച്ചത് മാത്രമാണ് നമുക്ക് ചില പിഴവുകൾ സംഭവിച്ചത്. നമ്മുടെ ആരോഗ്യം സമ്പത്താണ്, നമ്മുടെ സ്നേഹം സമ്പത്താണ്, നമ്മുടെ കരുതൽ സമ്പത്താണ്, നമ്മുടെ സിദ്ധികൾ സമ്പത്താണ്, നമ്മുടെ സേവന സന്നദ്ധത, ലാളിത്യം, വിനയം, വിശ്വാസം, അറിവ്, സൗഹൃദം, ഇതെല്ലാം സമ്പത്താണ്. എല്ലാ രീതിയിലുമുള്ള സമ്പത്തിനെ നമ്മളിലേക്ക് നമുക്ക് ആകർഷിക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ആകർഷണ യന്ത്രമുണ്ട്. സുഹൃത്തെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് നാം ഈ ഭൂമിയിലേക്ക് വന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ആധ്യാത്മികമായും മാനസികമായും ഭൗതികമായും സാമൂഹികമായും വളരാനും വികസിക്കാനും സ്വയം കണ്ടെത്താനുമാണ് നാം ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തത്. പണം മോശപ്പെട്ടതോ വൃത്തികെട്ടതോ ആണെന്ന് മനസ്സിൽ ചിന്തിച്ച് നടക്കുന്നവർ ഒന്നോർക്കുക. നിങ്ങളുടെ മനസ്സിൽ പഴിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരില്ല. നിങ്ങൾ വെറുക്കുന്നതൊന്നും നിങ്ങളിലേക്ക് എത്തപ്പെടില്ല. നിങ്ങൾ സ്നേഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും മാത്രമേ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണോ? എങ്കിൽ തെറ്റായ രീതിയിൽ ഈ അഫർമേഷൻ പറയരുത്. ഞാൻ സമ്പന്നനാണ്, ഞാൻ വിജയിയാണ് എന്നൊന്നും തുടർച്ചയായിട്ട് പറയരുത്. അത് നമ്മുടെ ഉപബോധ മനസ്സ് അംഗീകരിക്കില്ല. അതിനാൽ ഇങ്ങനെ പറയുക: ഞാൻ ദിനംപ്രതി കൂടുതൽ സമ്പത്തും ബുദ്ധിയും നേടിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ദിനംപ്രതി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ദിനംപ്രതി സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ സമ്പത്തും ഐശ്വര്യവും എന്നിലേക്ക് ഒഴുകി വരുന്നു. എല്ലാ സമ്പത്തും ഐശ്വര്യവും എന്നിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ ദിനംപ്രതി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ദിനംപ്രതി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നുചേരുന്നു. ഞാൻ തന്നെ ഒരു അനുഗ്രഹമായി ഈ ഭൂമിയിൽ പരിലസിക്കുന്നു. എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവർക്കും ലഭിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും മറ്റുള്ളവർക്കും ലഭിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമ്പത്ത് ഇവിടെയുള്ളപ്പോൾ ഞാൻ എന്തിനരിഷ്ടിച്ച് ജീവിക്കണം? സമ്പത്തുമായി സൗഹൃദം സ്ഥാപിക്കുവാനും മിച്ചം വയ്ക്കുവാനും അതുവഴി മറ്റുള്ളവരെ സഹായിക്കുവാനും ഇന്നു മുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. സമ്പത്തുമായി സൗഹൃദം സ്ഥാപിക്കുവാനും അത് മിച്ചം പിടിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഇന്നു മുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സമ്പത്തും എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു. എന്നെ സമ്പന്നനാക്കുന്ന പ്രകൃതി ശക്തിക്ക് നന്ദി. എന്നെ സമ്പന്നനാക്കുന്ന ഈശ്വരന് നന്ദി. എന്നെ സമ്പന്നനാക്കി ഉയർത്തുന്ന ദൈവത്തിന് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇന്നു മുതൽ മറ്റുള്ളവരുടെ സമ്പത്തിലും പുരോഗതിയിലും വിജയത്തിലും ഞാൻ സന്തോഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്നു മുതൽ എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും സമ്പന്നതയിലും പുരോഗതിയിലും അവരുടെ വിജയത്തിലും ഞാൻ അകമഴിഞ്ഞ് ആനന്ദിക്കുമെന്ന്, ഞാൻ അകമഴിഞ്ഞ് അവരെ ആശംസിക്കുമെന്ന്, ഞാൻ അകമഴിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുമെന്ന്, അകമഴിഞ്ഞ് ഞാൻ അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നന്ദി, നന്ദി, അനന്തകോടി നന്ദി. എന്നിലേക്കും സമ്പത്തും സമൃദ്ധിയും കരകവിഞ്ഞൊഴുകുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി, നന്ദി. സുഹൃത്തെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സമ്പത്തില്ലാതെ അലയുന്ന അല്ലെങ്കിൽ ഐശ്വര്യമില്ലാതെ അലയുന്ന ഒരുപാട് പേർക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. തീർച്ചയായും അവരിലും വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ഈ വീഡിയോയ്ക്ക് കഴിയും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ നടത്തുന്ന ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാമിലും വേക്കപ്പ് പ്രോഗ്രാമിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
അടുത്ത ഞായറാഴ്ച 5 മണിക്ക് മറ്റൊരു ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം എന്ന പ്രത്യാശയിൽ നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലു മലയിൽ. താങ്ക് യു.